കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സ്വർണം കടത്തിയ വാഹനം കൊള്ളയടിച്ച 3 പേർ പിടിയിലായി. കർണാടകയിലെ ബലഗാവിയിൽ ഈ മാസം 15-ാം തീയതിയാണ് കവർച്ച നടന്നത്. പ്രതികളിൽ നിന്ന് 16 ലക്ഷം രൂപ കണ്ടെടുത്തു. കേസന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു. അരുൺ, എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? SK ഈ മാസം 15-നാണ് ദേശീയപാതയിലെ ബലഗാവിയിൽ വെച്ച് ഈ കവർച്ച നടക്കുന്നത്. ആ സമയത്ത് കാറിലുണ്ടായിരുന്നത് 3 പേരാണ്. ഇവർ മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ മൊഴി അനുസരിച്ച് ഇവരുടെ ഈ ദേശീയപാതയിൽ വെച്ച് ഇവരുടെ വാഹനം തടഞ്ഞു വെക്കുന്നു, തോക്ക് ചൂണ്ടി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഈ വാഹനവും അതോടൊപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന 1,17 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ബലഗാവി പോലീസിന് പരാതി ലഭിക്കുമ്പോൾ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവരെ ഈ കാറിലുണ്ടായിരുന്ന 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അതായത് ഇവർ കേരളത്തിൽ നിന്ന് സ്വർണം മഹാരാഷ്ട്രയിലേക്ക് എത്തിച്ച് അവിടെ ഇത് സെയിൽ ചെയ്തതിന് ശേഷം അതിൽ ലഭിച്ച പണം തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ കവർച്ചയുണ്ടായത് എന്ന കാര്യം ഇവർ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒടുവിലാണ് പിറ്റേ ദിവസം ഈ കവർച്ച നടന്നതിന് സമീപ പ്രദേശത്ത് നിന്നും ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 അംഗ സംഘമാണ് തോക്ക് ചൂണ്ടി ഈ കൊള്ള നടത്തിയത് എന്നതാണ് ഈ കാറിലുണ്ടായിരുന്നവർ പറയുന്നത്. ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈ കാറിൽ വിശദമായ പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് രഹസ്യ അറയുണ്ടാക്കി അതിൽ പണം സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. 1,17 ലക്ഷം രൂപയിൽ 16 ലക്ഷം രൂപ മാത്രമേ ഈ കവർച്ചാ സംഘം കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി പണം അതേപോലെ ഈ രഹസ്യ അറയിൽ സൂക്ഷിച്ചു നിലയിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസിന് വീണ്ടും സംശയമുണ്ടാക്കി. അതായത് ഇത്തരമൊരു ഫേക്ക് റോബറി, ഒരു വ്യാജ കവർച്ച എന്ന നിലയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നുൾപ്പെടെയുള്ള സംശയം പോലീസിനെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെയാണ് പോലീസ് ഇതിൽ 3 സംഘങ്ങളായി തിരിഞ്ഞിപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. അതിനൊടുവിൽ ഇപ്പോൾ സാംഗ്ലി സ്വദേശികളായിട്ടുള്ള 2 പേരെ, നവനീത്, സൂരജ് എന്ന് വരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ സംഘമാണ്. അതോടൊപ്പം തന്നെ 3 പേർ, അതായത് ഈ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്ന 3 പേരും കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും മലയാളികളല്ല എന്നതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന് കേരള ബന്ധമുണ്ട് എന്നതാണ് കർണാടക പോലീസ് പറയുന്നത്. ഈ സ്വർണം കൊണ്ടുപോയതും ഈ പണം തിരികെ എത്തിക്കുന്നതും കേരളത്തിലെ ഒരു സംഘത്തിലേക്കാണ്. ഇവരെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള, അതായത് മഹാരാഷ്ട്രയിൽ നിന്നും സാംഗ്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കവർച്ചാ സംഘത്തിലെ 2 പേരെയും കാറിലുണ്ടായിരുന്ന 3 പേർ ഇവരുൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടന്നിട്ടുണ്ട്. ആ രീതിയിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കർണാടക പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘമാണ്. ആ സംഘം പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു വ്യാജ റോബറി സൃഷ്ടിച്ചതാണോ എന്നുൾപ്പെടെയുള്ള സംശയമുണ്ട്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.